Hi all. Today we are discussing brand licensing, the meaning and the benefits. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5-ൽ ബ്രാൻഡ് എക്സ്റ്റൻഷൻ, ബ്രാൻഡ് ലൈസൻസിങ്, കോ ബ്രാൻഡിങ് ഇങ്ങനെ 3 ടോപ്പിക്സാണ്. അപ്പോൾ ഇതിനകത്ത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് ബ്രാൻഡ് ലൈസൻസിങ്. അപ്പോൾ ബ്രാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രാൻഡ് ലൈസൻസിങ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത്. So brand licensing, it means the renting and leasing of an intangible asset, that is the brand. ബ്രാൻഡിനെ നമ്മൾ റെൻ്റ് ചെയ്യുകയോ അതുപോലെ ലീസിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബ്രാൻഡ് ലൈസൻസിങ് എന്ന് പറയുക. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ലീസിന് കൊടുക്കും, അല്ലെ ഹയറിന് വേണ്ടി കൊടുക്കും, അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ റെൻ്റ് ചെയ്യും. അപ്പം അതേപോലെ തന്നെ ഒരു ബ്രാൻഡ് എന്നുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമ്മൾ റെൻ്റോ ലീസോ ചെയ്യുന്നതിനാണ് ബ്രാൻഡ് ലൈസൻസിങ് എന്ന് പറയുക. So it's a process of creating and managing contract between the owner of a brand and a company or an individual who want to use the brand in association with a product for an agreed period of time within an agreed territory. അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, രണ്ടാൾക്കാർ തമ്മിൽ, ഒരു ബ്രാൻഡിന് ഓണറും അതുപോലെ വേറൊരു ഇൻഡിവിജ്വലോ ഏതെങ്കിലും ഒരു കമ്പനിയോ ആയിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു. അതിനകത്ത് നമ്മൾ ബ്രാൻഡ് മറ്റേ കമ്പനിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഫോർ എ സർട്ടൻ ടെറിട്ടറി. ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ബ്രാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ഇന്ത്യക്കുള്ളിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനുള്ളിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൾ വേൾഡ് എന്ന രീതിയിൽ നമുക്കൊരു ടെറിട്ടറിയും അതേപോലെ ഒരു ടൈം ഫ്രെയിമും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് കോൾഡ് brand licensing. So it is a creating and managing a contract between the owner of the brand and the company or individual who wants to use the brand in association with a product. Okay, so licensing is used by the brand owners to extend a trademark or a character onto the products of a completely different nature. നമ്മൾ ഈ ലൈസൻസിങ് ഉപയോഗിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു ബ്രാൻഡ് ഓണറിന് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ ഒന്ന് മാർക്കറ്റിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം, ഒരു ട്രേഡ് മാർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈസൻസിങ് കൊടുക്കുന്നത്. സോ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് ബ്രാൻഡ് ലൈസൻസിങ് എന്ന്. അപ്പോൾ അതിന് നമുക്കൊരു ഡെഫിനേഷനായി. സോ ഇറ്റ് ഈസ് റെൻറ്റിങ് ആൻഡ് ലീസിങ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെക്കൻഡ് ലൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിതിൽ നോക്കുന്ന കുറച്ച് ടേംസാണ്. ഈ ബ്രാൻഡ് ലൈസൻസിങ് വെച്ച് നമുക്ക് കുറച്ച് വേർഡ്സും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിലെ കുറച്ച് വേർഡ്സാണ് അല്ലെങ്കിൽ ടേംസാണ്. വാട്ട് ഈസ് ലൈസൻസിങ്, വാട്ട് ഈസ് എ ലൈസൻസർ, വാട്ട് ഈസ് എ ലൈസൻസി, വാട്ട് ഈസ് എ ലൈസൻസ് എഗ്രിമെൻറ്റ് ആൻഡ് വാട്ട് ഈസ് മെന്റ് ബൈ റോയൽറ്റി. ഇത് നിങ്ങൾക്ക് ഡെപ്ത് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല, പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ബ്രാൻഡ് ലൈസൻസിങ്ങിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 ലൈൻ കൊണ്ട് ഒതുക്കി വെച്ചാൽ നമുക്കതിന് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് ലൈസൻസിങ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രാൻഡ് ലൈസൻസിങ് അത് തന്നെയാണ്. അതിൽ ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ ഒരു ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, വാട്ട് ഈസ് ഹിയർ the legally protected intellectual property, it is a brand, okay, in conjunction with the products and services or promotion. അപ്പോൾ നമ്മളൊരു പ്രൊമോഷന് വേണ്ടി അതുപോലെ ഒരു പ്രൊഡക്റ്റിനെ ഒരു സർവീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ബ്രാൻഡ് ഏൽപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുക അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടി. അതിനെയാണ് ലൈസൻസിങ് എന്ന് പറയുക. സോ ഇൻ ദിസ് ദർ ഇസ് 2 പാർട്ടീസ് അല്ലേ. ഒരു ലൈസൻസ് ഓണറും ഉണ്ടാവും, ബ്രാൻഡ് ഓണറും ഉണ്ടാവും, ഇത് യൂസ് ചെയ്യുന്ന ഒരാളും ഉണ്ട്. ആ ബ്രാൻഡ് ഓണറിനെ അല്ലെങ്കിൽ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഓണറിനെയാണ് നമ്മൾ ലൈസൻസർ എന്ന് പറയുക. ദ വൺ ഹൂ ഈസ് യൂസിങ് ദിസ്, ദാറ്റ്സ് തേർഡ് പാർട്ടീനെയാണ് നമ്മൾ ലൈസൻസി എന്ന് പറയുക. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്നി ആൻഡ് കൊക്കക്കോള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസ്നി എന്ന കമ്പനിയും അതുപോലെ കൊക്കക്കോള എന്ന കമ്പനിയും. ഇത് രണ്ടും ഒരു ലൈസൻസറാണ്. അവരാണ് വേറെ പല കമ്പനീസിനും അവരുടെ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിനെ യൂസ് ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കുന്നത്. ലൈക്ക് ദ ഫങ്കോ, വാൾമാർട്ട് അങ്ങനെയുള്ള തേർഡ് പാർട്ടീസിന് ഡിസ്നിയുടെയും കൊക്കക്കോളയുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ, ആ ഒരു തേർഡ് പാർട്ടിനെയാണ് നമ്മൾ ലൈസൻസി എന്ന് പറയുന്നത്. ഈ ലൈസൻസറും ലൈസൻസിയും തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിരുന്നു, ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം, അതുപോലെ ഒരു സർട്ടൻ ടെറിട്ടറിയിൽ. ആ ഒരു അഗ്രിമെൻറ്റിനെയാണ്, ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ലൈസൻസ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ ലീഗൽ കോൺട്രാക്റ്റ് 2 പേരും കൂടെ സൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് 2 പേർക്കും ഫീസിബിൾ ആയിട്ടുള്ള 2 ടേംസ് ആൻഡ് കണ്ടീഷൻസും വെച്ച് സൈൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ലൈസൻസ് അഗ്രിമെൻ്റ് എന്ന് പറയും. ഇനി
ഈ ഒരു ലൈസൻസിന് വേണ്ടി ഒരു മോണിറ്ററി ടേംസും കൂടി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റോയൽറ്റീസ് എന്ന് പറയുക. ദറ്റ് ഈസ് എ മണി പെയ്ഡ് ടു ദ ലൈസൻസർ, യൂഷ്വലി പെയ്ഡ് ഇൻ ഗ്രോസ് സെയിൽസ് വിത്ത് എ സർട്ടൻ ലിമിറ്റഡ് ഡിഡക്ഷൻ. ഈ ലൈസൻസിക്ക് ഒരു മേജർ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവർ എന്ത് കൊടുക്കണം, കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഒരു റോയൽറ്റി എന്നാണ് ആ ഒരു പൈസയ്ക്ക് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മണി പേ ചെയ്യുന്നതിനാണ് റോയൽറ്റി എന്ന് പറയുക. അത് ചിലപ്പോൾ ഒറ്റയടിക്കുള്ള പേയ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു റോയൽറ്റി അവർ ഫിക്സ് ചെയ്യുക. അപ്പം ഇറ്റ് ഈസ് എ മണി പെയ്ഡ് ബൈ ദ ലൈസൻസി ടു ദ ലൈസൻസർ ഫോർ യൂസിങ് ദ ബ്രാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ടേംസ്: ലൈസൻസിങ്, ലൈസൻസർ, ലൈസൻസി, വാട്ട് ഈസ് ലൈസൻസ് അഗ്രിമെൻറ്റ് ആൻഡ് വാട്ട് ഈസ് റോയൽറ്റി. ഇനി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട, പക്ഷേ ഒരു മേയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ലൈസൻസിങ് അല്ലെങ്കിൽ ബ്രാൻഡ് ലൈസൻസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ രണ്ടാൾക്കാരെ നമ്മൾ പറഞ്ഞു, ലൈസൻസർ അതുപോലെ ലൈസൻസി. അപ്പോൾ രണ്ട് പേർക്കും ഈ ഒരു ബ്രാൻഡ് ലൈസൻസിങ് കൊണ്ട് യൂസ് ഉണ്ടാകുന്നുണ്ട്, ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് രീതി കാണാം. അപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ആർ റിസീവ്ഡ് ബൈ ബ്രാൻഡ് ലൈസൻസിങ് ടു ദ ലൈസൻസർ? ലൈസൻസർ ആരാ? ഈ ഒരു ബ്രാൻഡിന് ഓണർ. സോ ഫസ്റ്റ് വൺ, ജനറേറ്റ് ന്യൂ റവന്യൂ സ്ട്രീംസ്. പല പുതിയതായിട്ടുള്ള റവന്യൂ സ്ട്രീംസ് കിട്ടും. ഇപ്പം ഡിസ്നി അവരുടെ പ്രൊഡക്റ്റ് അവർ തന്നെ മാത്രമേ വിൽക്കുന്നുള്ളൂ എങ്കിൽ അവർക്ക് കിട്ടുന്ന റവന്യൂവിനേക്കാളും കൂടുതലായിരിക്കും അവരൊരു ലൈസൻസിന് വേറൊരാൾക്കാർക്ക് കൊടുത്തിട്ട് അവരും കൂടെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് റോയൽറ്റിയും കൂടെ കിട്ടണം. അപ്പോൾ ആ ഒരു റോയൽറ്റി എന്താ, ഒരു എക്സ്ട്രാ റവന്യൂ സ്ട്രീമാണ്. സോ This process of brand licensing is creating or generating new revenue streams. The licensor receives royalty payments or fees from the licensee sales, creating a profitable new income source within minimal investment of their own capital. അവരുടെ ക്യാപിറ്റലിൽ നിന്നൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് എന്ത് ചെയ്യുക, അവരുടെ ആ ബ്രാൻഡിനെ റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ലീസിന് കൊടുക്കുക ലൈസൻസിക്ക്. അപ്പോൾ അവർ അതിന് പകരമായിട്ട് മണി പേ ചെയ്യും, റോയൽറ്റീസ് കൊടുക്കും. അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കതിൽ നിന്നൊരു എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാം നമ്മുടെ ഓണറിൻ്റെ ബേസിസിലുള്ള ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ, എക്സ്പാൻഡ്സ് ദ മാർക്കറ്റ് പ്രസൻസ്. ദ ലൈസൻസർ can enter new geographical regions or product categories without establishing its own production or distribution infrastructure. This allows for faster, less risky market expansion. ഇപ്പം ഡിസ്നി അവരുടെ പ്രൊഡക്റ്റ് മാത്രം, അല്ലെങ്കിൽ കൊക്കോകോള അവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിരിക്കും അവരൊരു ലൈസൻസേഡ് വഴി കൂടെ അതിൻ്റെ സെയിൽസ് കൂട്ടുന്നത്, അല്ലേ? അപ്പം അവർക്ക് അതിന് കൂടുതൽ റിസ്ക് ഒക്കെ എടുത്ത് ഒരിടത്ത് പോയി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും സുഖമായിരിക്കും വേറൊരു ബ്രാൻഡ് ഒരു മാർക്കറ്റിനെ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർക്കറ്റ് പ്രസൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മച്ച് റിസ്ക്. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെ നമുക്ക് പല ജോഗ്രഫിക്കൽ ഏരിയാസ് നമ്മുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ദ തേർഡ് ബെനിഫിറ്റ് ഈസ് ഇൻക്രീസസ് ദ ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് അവയർനെസ്. നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ദ പ്ലേസിംഗ് ദ ബ്രാൻഡ്സ് നെയിം ഓൺ ന്യൂ പ്രൊഡക്ട്സ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഇൻക്രീസസ് ദ എക്സ്പോഷർ ആൻഡ് കീപ്സ് ദ ബ്രാൻഡ് വിസിബിൾ ടു എ ബ്രോഡർ റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ഡിസ്നി മാത്രം ഇറക്കലും കൊക്കോള മാത്രം ഇറക്കുന്ന സമയത്തിനേക്കാളും കുറച്ചുകൂടെ റീച്ച് കിട്ടും. എന്തെങ്കിലും വേറൊരാൾക്കാരും കൂടെ നമ്മുടെ ബ്രാൻഡിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ ബ്രാൻഡ് കൂടുതൽ വിസിബിൾ ആകും, നമ്മുടെ ബ്രാൻഡ് കൂടുതൽ അവെയർ ആകും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. അങ്ങനെ നമുക്ക് കസ്റ്റമർ ബേസ് കൂട്ടാം. അങ്ങനെ പല ബെനിഫിറ്റ്സാണ് ഒരു ലൈസൻസറിന് കിട്ടുക. അപ്പം മെയിൻലി നമുക്ക് പറയാൻ പറ്റുക റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിലൊരു പ്രസൻസ് കൂട്ടാൻ പറ്റും, ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാം, കസ്റ്റമർ ബേസ് കൂട്ടാൻ പറ്റും വിത്തൗട്ട് ടേക്കിങ് റിസ്ക് കുറച്ചിട്ട്. ഇതിനെല്ലാത്തിനും കാരണം നമ്മളായിട്ടൊന്നും ഇൻപുട്ട് ചെയ്യേണ്ട, നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള റവന്യൂ വിസിബിലിറ്റി എല്ലാം കൂട്ടാൻ പറ്റും ഫോർ ഓൺ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എ ഓണർ ഓഫ് ദ ബ്രാൻഡ്, ദാറ്റ് ഈസ് ദ ലൈസൻസർ. അതേപോലെ തന്നെ ഈ ഒരു ലൈസൻസിക്കും കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ആൻഡ് സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. Licensing is a well-known brand allows a company to enter the market with a product that already has built-in recognition and customer loyalty, reducing the risk and costs associated with launching a new unproven brand. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വാൾമാർട്ടിലെ ഡിസ്നിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ
കൊക്കോളയുടെ പ്രൊഡക്റ്റ് വരുന്നു. അപ്പോൾ വാൾമാർട്ട് അവരുടെ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കി അതിലൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിരിക്കും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൊക്കോള, പെപ്സി അങ്ങനെയുള്ള ബ്രാൻഡുകളിലൂടെ വിൽക്കുമ്പോൾ. അപ്പം നേരത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നേരത്തെ മാർക്കറ്റിൽ നല്ല കസ്റ്റമർ ബേസ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ലൈസൻസ് ചെയ്തെടുത്തിട്ട് അതെടുത്ത് നമ്മുടെ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് കുറച്ചുകൂടെ കയറാൻ പറ്റും. നമുക്ക് ആ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും. കസ്റ്റമേഴ്സിന് എന്തായാലും കൊക്കോള, പെപ്സി ഇഷ്ടമാണ്. അപ്പോൾ വാൾമാർട്ടിൽ കൊക്കോളയും പെപ്സിയും കിട്ടുക, നമ്മൾ വാൾമാർട്ടിൽ പോവും. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് കൂട്ടാൻ പറ്റും. അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നില്ല. അവർ ആ ഒരു റോയൽറ്റി മാത്രം കൊടുത്താൽ മതി. കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഒരു മാർക്കറ്റിൽ. കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് അതൊരു ബെനിഫിറ്റ് അല്ലേ, വിതൗട്ട് ഗിവിങ് മച്ച് എഫേർട്ട് ഇൻ ക്രിയേറ്റിംഗ് എ സ്പേസ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യും. അതുപോലെ സ്റ്റാർട്ടപ്പ് കോസ്റ്റുകളും ഉണ്ടാവില്ല. പുതിയൊരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഇല്ലല്ലോ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലേ. ഇനി സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലിവറേജസ് എക്സിസ്റ്റിംഗ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. The licensee can capitalize on the licensor established goodwill and strong brand reputation to attract customers and drive sales, giving their product instant credibility and a competitive advantage. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്രാൻഡിന് റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പം കൊക്കോകോള അല്ലെങ്കിൽ പെപ്സി എന്ന ബ്രാൻഡിന് ഓൾറെഡി നല്ല പേരുള്ളൊരു ബ്രാൻഡാണ്. അപ്പം നമ്മൾ വാൾമാർട്ട് ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുമ്പോൾ അവർക്കും കൂടെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുക. ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഈ ഒരു ബ്രാൻഡിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്കും റവന്യൂ ജനറേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി വിതൗട്ട് പേയിങ് മോർ മണി അല്ലെങ്കിൽ വിതൗട്ട് കോസ്റ്റിംഗ് എനി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇനി തേർഡ് വൺ ആണ് ഗെയിൻസ് ആക്സസ് ടു ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. യൂസിങ് എ reputable licensed brand can help a manufacturer secure valuable retail shelf space and enter new market they may not be able to access otherwise. ഇവർക്ക് മറ്റേവരിലും നമ്മൾ പറഞ്ഞിരുന്നു ഒരു പുതിയൊരു മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടി സുഖമായിരിക്കുന്നു. അതേപോലെ തന്നെ ലൈസൻസിക്കും അവർക്കൊരു പുതിയ മാർക്കറ്റിലേക്ക് കയറാൻ വളരെ സുഖമായിരിക്കും. കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം കസ്റ്റമേഴ്സ് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക്. അപ്പം അങ്ങനെ ഗെയിൻസ് ആക്സസ് ടു ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, പുതിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മേജർ ബെനിഫിറ്റ്സ് ടു എ ലൈസൻസി എന്ന് വെച്ചാൽ നമ്മൾ തേർഡ് പാർട്ടി ഹൂ ഈസ് ടേക്കിംഗ് അപ്പ് ദ ബ്രാൻഡ് for its use for a certain period of time and for a certain territory. So ഇതാണ് രണ്ട് ലൈസൻസറിനും ലൈസൻസിക്കും വരുന്ന ബെനിഫിറ്റ്സ്. അപ്പം നമ്മൾ ആദ്യം വാട്ട് ഈസ് ബ്രാൻഡ് ലൈസൻസിങ് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ വാട്ട് ആർ ദ മേജർ ടേംസ്, പിന്നെ ബെനിഫിറ്റ്സ് ഫോർ എ ലൈസൻസർ ആൻഡ് ഓൾസോ ദ ബെനിഫിറ്റ്സ് ഫോർ എ ലൈസൻസി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, എന്നാലും ചെറിയ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. A&B സെഷനിലാണ് കൂടുതലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ സിയിൽ വരാം, പക്ഷേ അത് ഇത് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കോ ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ ബ്രാൻഡ് എക്സ്റ്റൻഷനോ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരാൻ പറ്റും. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലൈക്ക് ഫോർ ബ്രാൻഡ് ലൈസൻസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്നിയും കൊക്കോള ഒരു മേജർ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിലെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയാം. ദ ഡിസ്നി ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ. ദ വേൾഡ് ഡിസ്നി കമ്പനി ലൈസൻസ് ഇറ്റ്സ് ഫേമസ് ക്യാരക്ടേഴ്സ് ലൈക്ക് ദ മിക്കി മൗസ്, മാർവൽ, സൂപ്പർ ഹീറോ, സ്റ്റാർ വാർസ് ഫോർ യൂസ് ഓൺ ടോയ്സ്, അപ്പാരൽ, ഹോം ഡെക്കേഴ്സ് ആൻഡ് വീഡിയോ ഗെയിംസ്. നിങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാവും ചില വീഡിയോ ഗെയിംസ് ഉണ്ടാവും ഡിസ്നി ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള, മിക്കി മൗസ്, മാർവൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള, ലൈക്ക് സ്പൈഡർമാൻ്റെ ഗെയിംസ് ഉണ്ടാവും, സ്റ്റാർ വാർസ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള അയൺമാൻസിൻ്റെ ഗെയിംസ് ഉണ്ടാവും. അതേപോലെ ഡ്രസ്സുകൾ കാണാൻ പറ്റും, സ്റ്റാർ വാർസിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ മിക്കി മൗസിൻ്റെ ഡ്രസ്സ്. അപ്പം അതെല്ലാം എന്താ ലൈസൻസിങ് എടുത്തിട്ടാണ്. ഒരു ഡ്രസ്സ് മാനുഫാക്ചറർ ഡിസ്നി ആയിട്ട് ചേർന്ന് ആ ഒരു ലൈസൻസിങ് എടുത്തായിരിക്കും ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഡിസ്നി അറിയാം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അവർ വാങ്ങും. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഈസ് ഹലോ കിറ്റി. ഹലോ കിറ്റി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ദ ജാപ്പനീസ് കമ്പനി സൈനിയോറോ ഹാസ് ബീൻ ബ്രാൻഡ് licensing for decades with the image of the Hello Kitty appearing on a huge range of products like the toys and apparels to home goods and even food products like Kikimon soy sauce dispensers. ഇത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, പക്ഷേ സോയ സോസ് ഇല്ലേ അതിൻ്റെ ഡിസ്പെൻസറിലൊക്കെ ഹലോ കിറ്റിയുടെ പടമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ലൈസൻസിങ് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ബ്രാൻഡിനെ
നമ്മളുടെ പ്രൊഡക്റ്റായിട്ടുള്ള ടോയ്സിലാണെങ്കിലും അപ്പാരൽസിലാണെങ്കിലും അല്ലെങ്കിൽ ബാഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ലൈസൻസിങ്ങിനെ ബേസിട്ടുള്ള എക്സാമ്പിളാണ്. തേർഡ് വൺ ഇസ് എ മാർവൽ സ്റ്റുഡിയോസ്. ബിയോണ്ട് ദ കോമിക് ബുക്സ് ആൻഡ് ഫിലിംസ്, മാർവൽ ലൈസൻസ് സൂപ്പർ ഹീറോസ് ഫോർ മെർച്ചൻഡൈസ് ലൈക്ക് ടോയ്സ്, fun, clothing and games through partnership with the companies such as Funko. Funko is one of the companies that produce the mini figures. നമ്മളുടെ മാർവൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കുഞ്ഞു ഫിഗേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്കോയൊക്കെ ഈ മാർവലിൻ്റെ ലൈസൻസിങ് എടുക്കും. അപ്പോൾ അവർക്ക് അവരുടെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. അപ്പം രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ദാറ്റ് വി ഡിസ്കസ് റിഗാർഡിങ് ബ്രാൻഡ് ലൈസൻസിങ്. സോ ബ്രാൻഡ് ലൈസൻസിങ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ആയി കാണും. ഇനി ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ്ങിൻ്റെ മീനിങ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, hope this is all clear to you. So see you in the next video. Thank you. And if you have any queries, just message on the group, on the WhatsApp chat. And also there is a link for a WhatsApp group. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേജർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്, വിത്ത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിലും അതുപോലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് വല്ലതും വരുവാണെങ്കിലും എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. സോ ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അറിയണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഓൺ ദ യൂട്യൂബ്. സോ അതിൽ ഞാൻ ഈ ഒരു ലിങ്കും കൂടെ പ്രൊവൈഡ് ചെയ്യാം, ദ ഗ്രൂപ്പ് ലിങ്ക്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ.